ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്ലിം ഇഡിസി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ കുറച്ച് സർക്യൂട്ട്സ് ആണ്. സോ നമുക്കറിയാം ജനറൽ പർപ്പസ് ആംപ്ലിഫയിങ് ഡിവൈസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ്, ഡിഫറൻഷ്യൽ ടൈപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ഹാവ് സം അതർ യൂസസ് ഓൾസോ. ഏതൊക്കെയാണ്? വോൾട്ടേജ് ഫോളോവർ ആയിട്ട് യൂസ് ചെയ്യും, ഡിഫറൻഷിയേറ്റർ, ഇൻറ്റഗ്രേറ്റർ, കമ്പാരറ്റർ, സമ്മിങ് ആംപ്ലിഫയർ. അപ്പോൾ വോൾട്ടേജ് ഫോളോവർ, ഡിഫറൻഷിയേറ്റർ, ഇൻറ്റഗ്രേറ്റർ, കമ്പാരറ്റർ ആൻഡ് സമ്മിങ് ആംപ്ലിഫയർ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ എന്താണ് വോൾട്ടേജ് ഫോളോവർ, അതിൻ്റെ സർക്യൂട്ട് എന്താണ്, അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് വോൾട്ടേജ് ഫോളോവർ? ഈ ഒരു വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഇൻ വിച്ച് 100% ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. അതായത് ഇത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഇൻ വിച്ച് 100% ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്, ജസ്റ്റ് ഫോളോ ചെയ്യുന്നു. അതാണ് എന്ത് പറയുന്നത്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ദ റിസൾട്ട് ഈസ് ആൻ ആംപ്ലിഫയർ ഹാസ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് 1. അതായത് ഒരു വോൾട്ടേജ് ഫോളോവറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? വോൾട്ടേജ് ഫോളോവറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? യൂണിറ്റി അഥവാ 1 ആണ്. എ വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്, എ വെരി ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. ആൻഡ് ദിസ് വോൾട്ടേജ് ഫോളോവറിൻ്റെ ദിസ് സ്റ്റേജ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് എ ബഫർ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ മാച്ചിങ് എ ഹൈ ഇമ്പിഡൻസ് സർക്യൂട്ട് ടു എ ലോ ഇമ്പിഡൻസ് സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ഗെയിൻ ഓർക്കുക 1 ആണ്. വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. 100% ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ഇൻപുട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് 1 എന്നും പറയുന്നു. ഇനി ഇതിൻ്റെ വേവ് ഫോംസ് നമുക്ക് നോക്കാം. ഐഡൻറ്റിക്കൽ ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും കിട്ടുന്നത്. അതാണ് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ വോൾട്ടേജ് ഫോളോവർ. വി ഇൻപുട്ട്, ഇവിടെ വി ഔട്ട്പുട്ട്. ആ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ജസ്റ്റ് ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്കാണ് ഔട്ട്പുട്ട് എന്ത് ചെയ്തേക്കുന്നു? തിരിച്ച് ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ദെൻ ഹിയർ വി ക്യാൻ സീ ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കറക്റ്റ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇത് 100% ഗെയിൻ എന്ന് പറയുന്നത്. കറക്റ്റ് സെയിം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സെയിം വേവ് ഫോം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദ റൈസും ഫോളും ടുഗദർ ആണ്. ദർ ഐഡൻറ്റിക്കൽ ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓൾസോ. അടുത്ത ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഈ ഒരു സർക്യൂട്ടാണ് ഡിഫറൻഷിയേറ്റർ. നമ്മൾ നേരത്തെ ഡയോഡ് യൂസ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ ഡിഫറൻഷിയേറ്ററും ഇൻറ്റഗ്രേറ്ററും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർക്യൂട്ട്സ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഡിഫറൻഷിയേറ്ററിൻ്റെ സർക്യൂട്ട് വരുന്നത്. ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ട്. ഇൻപുട്ടിൽ എന്താണ്? ഒരു കപ്പാസിറ്റർ ആണുള്ളത്. ഡിഫറൻഷിയേറ്ററിൻ്റെ ഇതൊരു സ്ക്വയർ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഔട്ട്പുട്ടാണ് വരുന്നത്. ഈ ഒരു സ്പൈക്ക് പോലത്തെ ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ വോൾട്ടേജ് ആണ്, വേവ് ഫോം ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ സ്പൈക്ക് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഓർക്കുക. So a differentiator produces an output voltage that is equivalent to, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dV/dt എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വോൾട്ടേജ്, അല്ലെങ്കിൽ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഇൻപുട്ടാണ് ഡിഫറൻഷിയേറ്റർ തരുന്നത്. സോ ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്, ഇപ്പോൾ നമുക്ക് സപ്പോസ് ഒരു വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, ഇൻപുട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജ്, അതായത് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജ് സെയിം ആണ്. നമുക്കറിയാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേഷൻ കിട്ടുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇഫ് ദ വോൾട്ടേജ് ഗിവിംഗ് ആസ് എൻ ഇൻപുട്ട് ടു ദ ഡിഫറൻഷിയേറ്റർ ഈസ് കോൺസ്റ്റൻറ്റ് ഓർ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്, ഔട്ട്പുട്ട് ഓൾസോ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതാണ് ഈ കാര്യത്തിൽ വരുന്നത്. സോ ദ ഫാസ്റ്റർ ദ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ചസ് ദ ഗ്രേറ്റർ വിൽ ബി ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ നമുക്ക് ഡിഫറൻഷ്യൽ ഫംഗ്ഷനിൽ പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത്. ആൻഡ് ടിപ്പിക്കൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഫോർ ദ ഡിഫറൻഷിയേറ്റർ ആ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, സോ ഇത് ഈ ഒരു വാല്യൂസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ വെനെവർ ദർ ഈസ് നോ ചേഞ്ച് വരുന്ന ഇവിടെ ഈ ഒരു 0യിൽ നിന്ന് നെഗറ്റീവായിട്ട് വരുന്ന ആ ഒരു പോർഷനിൽ മാത്രമാണ് ഇവിടെ ചേഞ്ച് വരുന്നുള്ളൂ. അതുപോലെ എവിടെയാണോ ഈ ചേഞ്ചസ് സംഭവിക്കുന്നത് അവിടെ മാത്രമാണ് ഈ സ്പൈക്ക് വരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് എന്താണ്? 0 ആണ്. 0 മീൻസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ വാല്യൂ. ഇത്രയും ഒരു ടൈം പീരീഡിൽ ഈ ഒരു വാല്യൂ സെയിം ആണ് ഇൻപുട്ടിൻ്റെ. അപ്പോൾ അവിടെ ചേഞ്ച് വരുന്നില്ല. പെട്ടെന്ന് ആ ഒരു ഹൈ വാല്യൂന്ന് ലോയിലേക്ക് വരുമ്പോഴാണ് ഡിഫറൻഷിയേറ്ററിൽ വാല്യൂ വരുന്നുള്ളൂ. ഇനി അടുത്തതാണ് ഇൻറ്റഗ്രേറ്റർ. ഇൻറ്റഗ്രേറ്റർ എന്ന് പറയുമ്പോൾ നേരെ ഇൻറ്റഗ്രേഷൻ ആണ് വരുന്നത്. ഇൻറ്റഗ്രേഷൻ സർക്യൂട്ടാണ് വരുന്നത്.
ഡിഫറൻഷിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് അങ്ങനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇതെന്താണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്, സമ്മേഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ ഈ സമ്മേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു വേവ് ഫോം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വേവിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രാഫിൻ്റെ അണ്ടറുള്ള ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ഓവർ ദ ഏരിയ ആ ഒരു ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ഓവർ ദാറ്റ് ഗ്രാഫ് കിട്ടുന്നത്. സോ നമുക്കിപ്പോൾ ഈ ഒരു ഇൻപുട്ടായിട്ട് ഇൻ്റഗ്രേറ്ററിൻ്റെ ഇൻപുട്ടായിട്ടൊരു വോൾട്ടേജ് കൊടുത്തു. ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ആ കോൺസ്റ്റൻറ്റ് വാല്യൂ 0 വോൾട്ട് ആയിരിക്കില്ല, ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ റാമ്പ് അപ്പ് ഓർ ഡൗൺ അക്കോർഡിംഗ് ടു പൊളാരിറ്റി ഓഫ് ദ ഇൻപുട്ട്. റാമ്പ് വോൾട്ടേജ് അപ്പ് ഓർ ഡൗൺ ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദ പൊളാരിറ്റി. The longer the input voltage remain at a particular value, larger the value of the output voltage. ആ ഒരു സർക്യൂട്ട് ഇതാണ് വരുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ കപ്പാസിറ്റർ എന്തായിരുന്നു, ഡിഫറൻഷിയേറ്ററിൽ ഇൻപുട്ട് സീരീസ് ആയിട്ട് കൊടുത്തു, ഫീഡ്ബാക്ക് റെസിസ്റ്ററും കൊടുത്തു പാരലലായിട്ട്. ഇവിടെയാണെങ്കിലോ ഫീഡ്ബാക്ക് ആയിട്ട് അതല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഇൻവേർട്ടിംഗ് സൈഡിന് പാരലായിട്ട് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് റെസിസ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളൊരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ സോ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് സ്ക്വയർ വേവിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഔട്ട്പുട്ട് എന്താണ്, ട്രയാങ്കിളാണ്. സോ ഇൻ്റഗ്രേറ്റഡ് ഔട്ട്പുട്ട്, അപ്പോൾ ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രയാങ്കിൾ ഔട്ട്പുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഡിഫറൻഷിയേറ്ററും ഇൻ്റഗ്രേറ്ററും കാണിച്ചിരിക്കുന്നത്. ആ സെയിം സ്ക്വയർ വേവ് കൊടുത്തിരിക്കുന്നു. സോ സ്പൈക്ക് വരുന്ന ഏതിലാണ്, ഡിഫറൻഷിയേറ്ററിലാണ്. ഇൻ്റഗ്രേറ്ററിൽ വരുന്ന എന്താണ്, ട്രയാങ്കിളാണ്. നമ്മളിനി ഡയോഡിൻ്റെ സർക്യൂട്ട്സ് പഠിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ കമ്പയർ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതും ഒന്ന് ഓർക്കുക. അടുത്ത കപ്പാസിറ്ററാണ്. കമ്പാരേറ്ററാണ്. കമ്പാരേറ്റർ എന്ന് പറയുന്നത് എന്താണ്, കമ്പയർ ചെയ്യുക എന്നാണ്. നോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഹാസ് ബീൻ അപ്ലൈഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്യൂട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ മാക്സിമം ഗെയിൻ യൂസ് ചെയ്യുന്നു. ദർ ഈസ് നോ ഫീഡ്ബാക്ക് ഈസ് അപ്ലൈഡ്. ഇതാണ് ഒരു കമ്പാരേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫീഡ്ബാക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പോൾ കംപ്ലീറ്റ് ഗെയിനും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നോക്കുക, V1 ആൻഡ് V2 കൊടുത്തിരിക്കുന്നു. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ, ആ ഒരു രണ്ട് ഇൻപുട്ടിലും കൊടുത്തിരിക്കുന്ന വാല്യൂസ് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, വിത്ത് എ റെഫറൻസ് വോൾട്ടേജ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻപുട്ടിൽ അറിയുന്നൊരു റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നു, അടുത്ത ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ കൊടുക്കുന്നു. സോ അത് നമുക്ക് കമ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്, ഈ ഔട്ടിൽ കിട്ടുന്നത്. സോ അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടിപ്പിക്കൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന കമ്പാരേറ്ററിൻ്റെ. ഇൻപുട്ട് വോൾട്ടേജ് V1 ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് V2 ഒരു റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കിവിടെ ഇൻപുട്ട് വോൾട്ടേജ് V1, ഇൻപുട്ട് വോൾട്ടേജ് V2, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. ഇതാണ് കമ്പാരേറ്റർ. ഇനി ലാസ്റ്റ് വണ്ണാണ് സമ്മിങ് ആംപ്ലിഫയർ. സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു, അത് രണ്ടും കൂടി സം ചെയ്ത് അതിൻ്റെ ആഡ് ചെയ്ത് വരുന്നു. അതാണ് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് വരുന്നതെന്ന്. സോ നമുക്കറിയാം രണ്ട് ഇൻപുട്ട് V1 ഉണ്ട്, V2 ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇൻവേർട്ടിംഗ് മോഡിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു കേസിൽ നോക്കാം, ഇൻപുട്ട് വോൾട്ടേജസ് V1 V2 രണ്ടും കണക്ട് ചെയ്തേക്കുന്നത് എവിടെയാണ്, ഈ ഒരു ഇൻവേർട്ടിങ്ങിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ശരിക്കും എങ്ങനെയായിരിക്കും, 180 ഡിഗ്രി നേരെ ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത് അല്ലേ. ഔട്ട്പുട്ട് വരുന്നത് ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കും, പക്ഷേ എന്തായിരിക്കും, ആംപ്ലിഫൈഡ് ആയിരിക്കും. നമ്മൾ ആദ്യം കണ്ട ഒരു സർക്യൂട്ടിലൊക്കെ ഇൻവേർട്ടിങ്ങിലാണ് കൊടുത്തതെങ്കിൽ എന്താണ് വരുന്നത്, തിരിച്ച് 180 ഡിഗ്രി തിരിഞ്ഞാണ് വരുന്നത്. അതാണ് നമ്മൾ ഡിഫറൻഷിയേറ്ററൊക്കെ പഠിച്ചപ്പോഴും പറഞ്ഞത്. ഡിഫറൻഷിയേറ്റർ ആ ഒരു ആംപ്ലിഫിക്കേഷനോട് നടക്കുന്നുണ്ട്. ഇനി ഈ ഒരു V out is equal to minus V1 plus V2. അപ്പോൾ V1 V2 എന്താണ്, ഇൻപുട്ട് വോൾട്ടേജസ് ആണ്. ആൻഡ് ദി റെസിസ്റ്റൻസ് യൂസ്ഡ് R എന്ന് പറയുന്ന രണ്ടും എന്താണ്, സെയിം വാല്യൂ ആണ്. ആൻഡ് ടിപ്പിക്കൽ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് വേവ് ഫോംസും നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ് V1, അടുത്ത ഇൻപുട്ട് വോൾട്ടേജ് V2, രണ്ടും സെപ്പറേറ്റ് ടൈപ്പ് എടുത്തു. രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. അതായത് ആ ഒരു
കറക്റ്റ് ഈ രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റൈസും ഫോളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ സമ്മിങ് വോൾട്ടേജ് എന്താണ്? 2 ഇൻപുട്ട് കൊടുത്താൽ 2 ഇൻപുട്ടും കൂടി എന്താണ് വരുന്നത്? അത് ആ ഒരു സം ചെയ്ത് വരുന്നു. കമ്പാരേറ്റർ ആണെങ്കിൽ വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണെന്ന് ഓർത്ത് വയ്ക്കുക. കമ്പയർ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും ഒരു റെഫറൻസ് വാല്യൂവിനെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ്ലി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. പോസിറ്റീവ് ഫീഡ്ബാക്ക് വേഴ്സസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സാക്ട് വാല്യൂ ഓഫ് ഗെയിൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ കൊടുത്തിരുന്നു. ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സാധാരണ നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടു സ്റ്റെബിലൈസ് ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ. അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഓഫ് ഗെയിൻ ആൻഡ് ബാൻഡ് വിഡ്ത്ത്, അതായത് ബാൻഡ് വിഡ്ത്ത് ഗെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബാൻഡ് വിഡ്ത്ത് കോംപ്രമൈസ് ചെയ്ത് ഗെയിൻ കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? ടു സ്റ്റെബിലൈസ് ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ, ടു ഇൻക്രീസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ ഇത്രയാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ആദ്യം നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ സ്റ്റെബിലൈസ് ദ ഗെയിൻ എന്ന് പറഞ്ഞത് നിങ്ങളതൊന്നും ഓർത്ത് വയ്ക്കുക. സ്റ്റെബിലൈസ് ദ ഗെയിൻ, നെഗറ്റീവ് ഫീഡ്ബാക്ക് സ്റ്റെബിലൈസ് ദ ഗെയിൻ. അതുപോലെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താണ്? റൈസ് ഇൻ ദ ഗെയിൻ ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ഗെയിൻ ആൻഡ് റിഡക്ഷൻ ഇൻ ദ ബാൻഡ് വിഡ്ത്ത്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ആംപ്ലിഫയർ അൺസ്റ്റേബിൾ ആകും. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ സ്റ്റേബിൾ ആവുകയാണെങ്കിൽ ഇതിനകത്ത് എന്താണ്? ഇൻക്രീസ് ചെയ്യുവാണ്, ചേഞ്ച് വരുവാണ്. സോ ദാറ്റ് വിൽ ബിക്കം അൺസ്റ്റേബിൾ ആൻഡ് ഓസിലേറ്റ് ഓൾസോ. ഓസിലേറ്റ് മീൻസ് നമുക്ക് ഒരു ഇൻപുട്ട് ഇല്ലെങ്കിൽ പോലും ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഓൺലി യൂസ്ഡ് ഇൻ ആംപ്ലിഫയർ വെൻ ദ വോൾട്ടേജ് ഗെയിൻ ഈസ് ലെസ് ദാൻ യൂണിറ്റി. വോൾട്ടേജ് ഗെയിൻ യൂണിറ്റീനേക്കാളും ലെസ് ആയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എല്ലാം നമുക്ക് നോക്കേണ്ടത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് അപ്ലൈഡ് ടു ആൻ ആംപ്ലിഫയർ വെൻ ദ ഓവറോൾ ഗെയിൻ ഈസ് റിഡ്യൂസ്ഡ് ആൻഡ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, നമുക്ക് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഇനി വെൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് അപ്ലൈഡ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഓവറോൾ ഗെയിൻ റിഡ്യൂസ് ആകും, ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ആകും. ഒരു ഗെയിൻ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. വെൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് അപ്ലൈഡ് ടു ആംപ്ലിഫയർ ഓവറോൾ ഗെയിൻ ഇൻക്രീസസ് ആൻഡ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് റിഡ്യൂസ്ഡ്. ഓക്കെ, സോ ഇത് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഓസിലേഷൻസ് ഉണ്ടായിരിക്കും. സാധാരണ നമ്മളിനി ഓസിലേറ്റർ നമ്മളിനി അടുത്തായിട്ട് പഠിക്കും. ആ ഓസിലേറ്റർ പഠിക്കുമ്പോൾ ഈ നമ്മൾ പഠിക്കുന്ന പോസിറ്റീവ് ഫീഡ്ബാക്കാണ് അതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലാണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് കൊടുക്കുന്നത് ഫോർ സ്റ്റെബിലൈസിങ് ദ ഗെയിൻ. അതിലാണെങ്കിൽ അതായത് ഓസിലേറ്റേഴ്സ് പഠിക്കുമ്പോഴാണെങ്കിൽ ഓസിലേഷൻസ് വേണം. അപ്പോൾ എന്താണ് കൊടുക്കേണ്ടത്? പോസിറ്റീവ് ഫീഡ്ബാക്കാണ് കൊടുക്കേണ്ടത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.